സബൻ നോക്കിക്കോ, അടുത്ത വർഷം വണ്ടി നിക്കട്ട്, അപ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ ഡിമാൻഡ് നോക്കിക്കോ. എടുത്തതിനെക്കാട്ടി വില കിട്ടും. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെക്കാനിക്കൽ റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. ഈ ഒരു ക്രിസ്റ്റയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റകളിൽ അല്ലെങ്കിൽ ഇന്നോവ സെഗ്മെൻറ്റിൽ അവസാനത്തെ ഡീസൽ വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് അവസാനത്തെ കാറ്റഗറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. 2400 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന, 2393 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന, 147 BHP വരുന്ന, 343 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. ക്രിസ്റ്റയിൽ 2800 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന എഞ്ചിൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വരുന്നത് വെച്ചാൽ 2400 ക്യൂബിക് കപ്പാസിറ്റിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2393 ക്യൂബിക് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിൽ നിന്ന് തന്നെ ആദ്യം അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കാം. അത്യാവശ്യം വെയിറ്റുള്ള ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്റ്റയിൽ കണ്ടുവന്നുകൊണ്ടിരുന്ന അതേ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇതൊരു BS6 നോംസ് വരുന്ന സെക്കൻഡ് സ്റ്റേജ് BS6 നോംസ് വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ആഡ്ബ്ലൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്, എല്ലാവർക്കും അറിയാവുന്ന കണക്ക്. ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് CRD എഞ്ചിനാണ്, കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ടൈമിംഗ് ചെയിനാണ്, ചെയിൻ ഡ്രൈവാണ് ഈ ഒരു വാഹനത്തിൽ ടൈമിംഗ് ആയിട്ട് നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടിപ്പിക്കൽ ഒരു 2800 ക്യൂബിക് കപ്പാസിറ്റിയുടെ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, അതേപോലത്തെ തന്നെ 2400 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഈ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ BS6-ൻ്റെ യൂണിറ്റും മറ്റു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ആഡ്ബ്ലൂ ഫില്ല് ചെയ്യുന്ന ഒരു പോർട്ടാണ്. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട്, അതായത് ഈ സൈലൻസർ അല്ലെങ്കിൽ ടർബോ വരുന്ന ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ടർബോ വന്നിട്ട് ഒരു വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് വരുന്നത്. ഒരു ഇലക്ട്രിക് കൺട്രോൾ ടർബോ ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോ വരുന്നത്. അതുകൊണ്ടങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന യൂണിറ്റും കാര്യങ്ങളും ഇനിയിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാണുന്ന ഭാഗത്ത് വരുന്ന ഒരു യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ഭാഗമെല്ലാം തന്നെ DPF-ഉം മറ്റ് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോ വരുന്നത് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടോ, ഇതൊക്കെ ടർബോയുടെ ഒരു കൺട്രോൾ യൂണിറ്റാണ്. നമ്മൾ ഫോർച്യൂണറിലൊക്കെ വരുന്നതിന് സമാനമായിട്ടുള്ള ഒരു ടർബോ ആയിട്ടാണ് നമുക്കിതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതൊരു കൂളിംഗ് സിസ്റ്റത്തോടു കൂടി വരുന്ന ഒരു ഇഞ്ചക്ഷൻ സംവിധാനമാണ് വരുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ കൂളൻ്റിലെ ലൈനാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പമ്പാണ് നിങ്ങളിത് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. നമ്മളെ പഴയകാല ഇന്നോവയിലൊക്കെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പമ്പ് അല്ലെങ്കിൽ ഹൈഡ്രോളിക്കിൻ്റെ പമ്പ് വരുന്നത് വെച്ചാൽ അതിൻ്റെ ടൈമിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ഡ്രൈവ് കിട്ടുന്നത്. പക്ഷേ ഇത് ബെൽ ഡ്രൈവാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ കൺട്രോൾ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ വരുന്നത്. താഴ്ഭാഗത്തായിട്ട് AC കംപ്രസറും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ നീളമുള്ള ഒരു റേഡിയേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ കാണുന്നത് നമ്മളെ വണ്ടിയിലെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡും അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻ ടാങ്കുമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ ഫ്യൂവൽ ഫിൽറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു കിക്ക് പമ്പ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിക്ക് പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്യൂൽ, അതായത് നമ്മൾ ഡീസൽ ഫിൽറ്റർ മറ്റൊക്കെ മാറാൻ നേരത്ത് പമ്പ് ചെയ്ത് ഫ്യൂവലിനെ എടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അടിയിലായിട്ടാണ് ആഡ്ബ്ലൂവിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കാണുന്നത് എയർ ഫിൽറ്റർ കേസും ഇതിനകത്ത് എയർ ഫിൽറ്ററാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന സാധനമാണ് MAF സെൻസർ, മാസ് എയർ ഫ്ലോ സെൻസർ. ഈ കാണുന്നതാണ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ABS-ൻ്റെ യൂണിറ്റ് വരുന്നത്. മോട്ടറും കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു എഞ്ചിനിൽ കൊടുത്തേക്കുന്ന ഇൻ്റർകൂളർ എന്ന് വെച്ചാൽ മുട്ടനൊരു ഇൻ്റർകൂളറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇൻ്റർകൂളറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളറാണ് നിങ്ങൾ ഈ കാണുന്നത്. വലിയ ഒരു ഇൻ്റർകൂളറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു CRD സിസ്റ്റത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഡെൻസോയുടെ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ EGR യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. EGR യൂണിറ്റ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് EGR-ൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. ഇഞ്ചക്ടറൊക്കെ വരുന്നത് ഇത് കണക്കാണ് കണ്ട. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇഞ്ചക്ടർ, ഡെൻസോഡ് ഇഞ്ചക്ടറാണ് വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇഞ്ചക്ടർ. ഇതിൻ്റെ ഓവർഫ്ലോ ട്യൂബ് വരുന്നത് വെച്ചാൽ ഇത് നമുക്ക് മോൾ ഭാഗത്തായിട്ടാണ്. സാധാരണ നമ്മൾ ഇന്നോവയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു വാൾഡോറിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങനെയല്ല ഇതിന് വരുന്നത്. ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമ്പസ് സെൻസറാണ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത്. 2GD എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് 2400 ക്യൂബിക് കപ്പാസിറ്റിയാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. BS6 എഞ്ചിനാണ് വരുന്നത്. BS6 നോംസ് 2 വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റി ഉള്ള അടിപൊളി ഒരു എഞ്ചിനാണ്. ഹൈവേയിലൊക്കെ ആയിട്ടാണെങ്കിലും എത്ര ലോങ് ഡ്രൈവിനാണെങ്കിലും
പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും വരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള എഞ്ചിൻ തന്നെയാണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നോവയെ സംബന്ധിച്ച് ഇന്നോവയുടെ ക്രിസ്റ്റ ആണെങ്കിലും സാധാ നമ്മുടെ ഇന്നോവ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇതിന് സമാനമായിട്ടുള്ള നമ്മളെ ഹൈലക്സ് പിക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനാണെങ്കിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. ക്യൂബിക് കപ്പാസിറ്റിയിലൊക്കെ മുന്നേ പിന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വാഹനത്തിൻ്റെ മുതലാളിയും കൂടെ ഒന്ന് പരിചയപ്പെടാം, ഓണറിനെ കൊണ്ടൊരു പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് ക്രിസ്റ്റ ഈ ഒരു ഡീസൽ വാഹനം എടുക്കാനുള്ളൊരു താല്പര്യം കാണിക്കാനുള്ളൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചോദിക്കാം. അതെ സുനുണ്ണ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം ഡീസൽ വാഹനങ്ങളുടെയൊക്കെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. ഇപ്പം ഹൈക്രോസ് പോലുള്ള വാഹനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നിർത്താൻ പോകുന്ന ക്രിസ്റ്റ പോയി എടുത്തത്? ക്രിസ്റ്റ പോയി എടുത്തതെന്ന് വെച്ചാൽ ക്രിസ്റ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു മതിപ്പ് അറിയാമല്ലോ. ഇപ്പം ഇടയ്ക്ക് വണ്ടി ക്രിസ്റ്റ നിർത്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷം 3 വർഷം മുമ്പാന്ന് തോന്നുന്നു. 2021-22 നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തായിരുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ക്രിസ്റ്റ പ്രൊഡക്ഷൻ തുടങ്ങി. എന്തുകൊണ്ട്? ഡീസലിൻ്റെ ഒരു ഗണ്ടില്ലേ, ആ ഒരു പെർഫോമൻസും ആ ഒരു വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതും അതൊന്നും അതിൽ കിട്ടില്ല എത്ര ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇതേപോലെ ഈ വണ്ടിയിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടയോട്ട വണ്ടി നിർത്തുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിമാൻഡ് അത്ര മേലെ ഡിമാൻഡുണ്ട്. ഇപ്പം ടയോട്ടയുടെ എല്ലാം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം കോളിസ് നിർത്തുമ്പോൾ കോളിസിന് ഡിമാൻഡുണ്ട്, അത് നിർത്തി നെക്സ്റ്റ് ജനറേഷൻ വന്നു. ഇന്നോവ നിർത്തി നെക്സ്റ്റ് പകരം ക്രിസ്റ്റ കൊണ്ടുവന്നു. പിന്നെ ഇവർ രണ്ടാമത് ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ഹൈക്രോസിൽ അറിയാലോ, ഹൈക്രോസ് ഇലക്ട്രോണിക്സ് കൊണ്ട് കുത്തി നിറച്ചൊരു വണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഇതിൽ ഇലക്ട്രോണിക്സ് വളരെ ഒരിക്കലും വരില്ല. നമ്മൾ അതാണ് ഇത് റിലയബിലിറ്റിക്ക് എൻജിൻ സൈഡ് ആൾറെഡി പ്രൂവൺ ആണ്. പിന്നെ വേറെ ഒന്നും അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ റിലയബിൾ ആണ്. വേറെ ടെൻഷൻ ഹെഡേക്ക് ഇല്ല. സമയം നോക്കിക്കോ, അടുത്ത വർഷം വണ്ടി നിൽക്കട്ട്, അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഡിമാൻഡ് നോക്കിക്കോ, അതാണ് എൻ്റെ വണ്ടിയുടെ പ്രത്യേകത. ടയോട്ട വണ്ടി പ്രത്യേകിച്ച് ഇന്നോവയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 4-5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോഴും ആൾമോസ്റ്റ് ആ എടുത്ത വിലയുടെ ഒരു 1-2 ലക്ഷം രൂപ മാക്സിമം ചിലപ്പോൾ കുറഞ്ഞാലായി. നമുക്ക് എന്തായാലും വാല്യൂ ഫോർ മണി ആയിരിക്കും ഈ ഒരു എപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും. നേരത്തെ 2009 ഇന്നോവ ഉണ്ടായിരുന്നു. ആ ഒരു ആൾമോസ്റ്റ്, പിന്നെ ബാക്ക് സീറ്റ് ഞാൻ ഇരുന്നിട്ടില്ല, ബാക്ക് സീറ്റ് എന്നാൽ ക്യാപ്റ്റൻ സീറ്റ്, സെൻട്രൽ സീറ്റ് ഞാൻ ഇരുന്നിട്ടില്ല. സെൻട്രൽ സീറ്റ് ആണ് ഇതിന് ആക്ച്വലി കംഫർട്ടബിൾ എന്ന് പറയാറ്. കുറച്ചുകൂടെ വലിയ വീതിയുള്ള സീറ്റ് കൂടെയാണ്, കാണുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് ലക്ഷറി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഡ്രൈവിംഗും കുഴപ്പമില്ല, മോശമില്ലാത്ത ഡ്രൈവിംഗ്. ഞാൻ എറണാകുളം വരെ പോയായിരുന്നു, ലോങ് ഡ്രൈവ് ഒരു എറണാകുളം പോയി ഞാൻ. കുഴപ്പമില്ല, നമുക്ക് എത്ര ഓടിച്ചാലും ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്ന പോലെ തന്നെ വൈകിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോഴും അതേ ഒരു ഫീലിങ്ങും അതേ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. എടുത്തിട്ട് ഇപ്പം മൈലേജിന്റെ കാര്യം ചോദിക്കുന്നത് മണ്ടത്തിലാണ്. എന്നാലും മൈലേജ് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം കാണിക്കുന്നത് 10.2 കണ്ടാണ്. ഇതിൽ 12 വരെയൊക്കെ അല്ലെങ്കിൽ 12 സംതിങ് ആണ് മൈലേജ് കമ്പനി പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നു വെച്ചാൽ 9 മുതൽ 12.5 വരെയൊക്കെ ആയിരിക്കും ഇതിന് ഓൾമോസ്റ്റ് മൈലേജ് കിട്ടുന്നത്. ഓരോരുത്തരുടെയും ഡ്രൈവിങ്ങിന്റെ രീതിയും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. നമുക്കിനി ഇതിന്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഉള്ളിലോട്ട് കയറി ഇറങ്ങാനൊന്നും അത്ര കണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കണക്ക് തന്നെ ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള വലിയ വിൻഡ് സ്ക്രീൻ, അതായത് ഫ്രണ്ട് ഗ്ലാസുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും വലിയ ഗ്ലാസുകൾ തന്നെയാണ് അത്യാവശ്യം ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. പിന്നെ സീറ്റിംഗ് പോസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മുൻ സീറ്റിനേക്കാൾ പിൻ സീറ്റുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാര്യം കുറച്ചും കൂടെ വിരിവും വലിപ്പവും ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ടൊയോട്ട ക്രിസ്റ്റയെക്കുറിച്ച് നിങ്ങളടുത്ത് പ്രത്യേകിച്ച് ആരുടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പേഴ്സണലി എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് പഴയ ഇന്നോവയുടെ അത്ര ഒരു സുഖം ക്രിസ്റ്റയിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബൗൺസിങ് എപ്പോഴും ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. എൻ്റെ മാത്രം ഒരു അഭിപ്രായം, എൻ്റെ മാത്രം ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ പവർ മോഡും എക്കോ മോഡും വരുന്നുണ്ട്. ജസ്റ്റ് ഓടിച്ചു നോക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഓടിക്കാൻ നേരത്ത് അതിനെക്കുറിച്ച് കാണിച്ചിടാം. ടിപ്പിക്കൽ നമ്മൾ ക്രിസ്റ്റ തന്നെ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ വേറെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ പ്രായമുള്ളവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും നൽകുന്നുണ്ട്. അത് കണക്ക് തന്നെ ഇത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സൈഡിലായിട്ട് വന്നേക്കുന്നത്. നമ്മൾ വണ്ടിയുടെ സെൻട്രൽ റോയിലോട്ട് വരുമ്പോഴത്തേക്കും കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ചാരിത്രമായി കേട്ടോ. ഓക്കെ, ഹായ് വാ, അടിപൊളി.
സത്യം ഞാൻ തമാശ പറഞ്ഞില്ല. എനിക്ക് ഈ ഒരു വാഹനത്തിൽ സെൻട്രൽ റോ ആണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അത് എനിക്ക് സെൻട്രൽ റോ സീറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് അടുത്തോട്ട് വന്ന് കാണാൻ പറ്റും. ഇത്തിരി അത്യാവശ്യം വീതിയുള്ള, അത് കണക്ക് തന്നെ മുതിൻ്റെ ഭാഗത്താണെങ്കിലും ഇത്തിരി വിരിവുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല രീതിയിലുള്ള ഹെഡ് റൂമും കമ്പനി ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ റോയിൽ നൽകിയിട്ടുണ്ട്. സീറ്റ് നമുക്ക് ഇത്രയും പുറകോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ 4 പേര് മാത്രമേ ഉള്ളെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് പോകാൻ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടേതായ ഒരു കംഫർട്ടിലിരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തേർഡ് റോ വന്നിട്ട് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ മുട്ട് തട്ടുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തേർഡ് റോയിലുണ്ടായിരിക്കും. നമ്മളെ വണ്ടിയുടെ തേർഡ് റോയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം സെൻട്രൽ റോയിലിരിക്കുന്നവർ ഇത്തിരി സീറ്റൊക്കെ മുമ്പിലോട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മുട്ടം തട്ടാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. അതേസമയം നമുക്ക് കുട്ടികൾക്കാണ് ആപ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. വലിയവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ദൂരയാത്രയൊക്കെ പോകാൻ നേരത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ റോയിലിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പം ബാക്ക് റോ ഇതാണ് കുട്ടികൾക്കുള്ള റോ ആണ്. സാധാരണ എല്ലാ വണ്ടികൾക്കുള്ള പ്രശ്നം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ടൊന്ന് പോവാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ടയർ സൈസ് പറയാം. 205, 65, 16 വരുന്നത്. നമ്മളെ പഴയ ഇന്നോവയ്ക്കൊക്കെ വരുന്നത് 15 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ 205, 65, 15 വരുന്ന സ്ഥാനത്ത് 16 വരുന്നു. അതായത് 16 സൈസാണ് അലോയ് വീൽ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ 17 ഇഞ്ചായിരിക്കും വരുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം വരുന്നത് ബാക്ക് ഡ്രം ബ്രേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുമാണ്. വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്തായിട്ട് കമ്പനി നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഡ്യുവൽ വിഷ്ബോണ്ട് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതായത് സ്ട്രട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലുള്ള ഷോക്ക് അബ്സോർബറാണ്. അതുപോലെ തന്നെ അപ്പർ ആം, ലോവർ ആം, അപ്പർ ആം ബോൾ ജോയിൻറ്റ്, ലോവർ ആം ബോൾ ജോയിൻറ്റ്, ടയർ റോഡിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ബാലൻസ് റോഡ് പുഷ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസർ ലിങ്ക്, അത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഒരു ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണെങ്കിലും ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തോട്ട് മൾട്ടി ലിങ്ക് ടൈപ്പ് സോൾഡ് സസ്പെൻഷനാണ് വരുന്നത്. ഈ വാഹനത്തിന് മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നത് പിൻവീലുകളാണ്. ഇതിൻ്റെ ഹൗസിംഗ് വരുന്നത് പിൻഭാഗത്താണ്. ഹൗസിംഗ് യൂണിറ്റാണ് നിങ്ങളിതായി ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റമാണ്. ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷനും കാര്യങ്ങളും വരുന്നത്. നമ്മളൊരു വണ്ടി ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ എക്കോ മോഡും അത് കണക്ക് തന്നെ പവർ മോഡും മാറിയും തിരിഞ്ഞും വരുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ എക്കോ മോഡ് മാത്രമായിട്ടിടാം. എക്കോ മോഡ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഫ്യൂൽ അധിഷ്ഠിതമായ രീതിയിൽ ഇത്തിരി സ്ലോയിലായിരിക്കും വണ്ടി പോകുന്നത്. ഒരു പവറായിട്ട് അങ്ങനെ കാണിക്കത്തില്ല. അതായത് നമുക്കൊരു ടോർക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. അതേസമയം ഇത്തിരി നോക്കിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. പക്ഷേ പവറിലോട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വണ്ടി വേറൊരു ലെവലാവും. വണ്ടി ഇങ്ങനെ ജിം എന്ന് പറഞ്ഞ് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പവർ മോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ ഒരു ചെറിയ ബൗൺസിങ്, അതായത് നമുക്ക് ക്രിസ്റ്റയിൽ എല്ലാം ഉള്ളതാണ് പൊതുവെ ചെറിയൊരു ബൗൺസിങ് ഉള്ളിലോട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ബൗൺസിങ്, അതായത് സ്റ്റിഫ്നെസ് ഷോക്ക് അബ്സോർബറിന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ബൗൺസിങ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് പഴയ ഇന്നോവ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതിലോട്ട് കയറുമ്പോഴത്തേക്ക് അത് തിരി സൂഹിക്കത്തില്ല. കാര്യം അതവർക്ക് ആ ഒരു പഴയ ഇന്നോവയുടെ അത്രയും കംഫർട്ട് അത് ഈ ബൗൺസിങ്ങിൻ്റെ കേസിട്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നുമല്ല. ആ ഒരു സംഭവം ഇതിൽ ഇത്തിരി കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റയുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 2400 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന അവസാന കാലഘട്ടത്തിൽ വരുന്ന, അതായത് ക്രിസ്റ്റയുടെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു വാഹനമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.